ഏതൊരു കാർ മാനുഫാക്ചേഴ്സും അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലിലൂടെയാണ് അവരുടെ കഴിവും മികവും തെളിയിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു മോഡലായിരിക്കണം അവരുടെ ഒരു ബെഞ്ച് മാർക്കിംഗ് മോഡൽ എന്ന് പറയാൻ. അങ്ങനെ ഒരു പുതിയൊരു ബെഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ടാറ്റയുടെ പുതിയ ഹെക്സ. സോ ഇന്ന് നമ്മൾ കാർ ഓൺ ഡിമാൻഡിൽ കൊണ്ടുവന്നിരിക്കുന്ന ടാറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് SUV-യും ഫ്ലാഗ്ഷിപ്പ് മോഡലുമായ ടാറ്റ ഹെക്സ. ടാറ്റയുടെ പുതിയ സ്മോൾ കാറായ ടിയാഗോയിലൂടെയാണ് ടാറ്റ പുതിയ ഡിസൈൻ ലാംഗ്വേജും ഫിലോസഫി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് പുതിയ ഹെക്സയിലും ഫോളോ ചെയ്ത് വരുന്നത്. പക്ഷേ ഒരു SUV ആയിട്ട് കണക്കിലെടുക്കുന്നെങ്കിലും പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ക്രോസ് ഓവറോ ഒരു MPV ആയി തോന്നുന്ന രീതിയിലുള്ളൊരു പ്രൊപ്പോർഷനാണ് ഹെക്സയിൽ ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഇതൊരു SUV-യുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണം പറയാൻ. കാരണം SUV എന്ന് പറയുമ്പം ലുക്സ് മാത്രമല്ല മറ്റുള്ള പല ഘടകങ്ങളും വരുന്നുണ്ട്. അതിൽ അതിൻ്റെ സീറ്റിംഗ് പോസ്ചർ, കമാൻഡിങ് ഡ്രൈവിംഗ് പൊസിഷൻ, അതുപോലെ തന്നെ പ്രസൻസ്, ഇതെല്ലാം പുറമെ യൂട്ടിലിറ്റി. SUV എന്നുള്ള യൂട്ടിലിറ്റി വലിയൊരു ഘടകം തന്നെയാണ്. അപ്പോൾ ഈ ലുക്സിൽ കോംപ്രമൈസ് വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം യൂട്ടിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. കാരണം ലിവിങ് സ്പേസ് വളരെയധികം കൂട്ടി കുറേ സ്പേഷ്യസ് ആയിട്ട് റൂമി ആയിട്ടുള്ള ഇൻറ്റീരിയർ പ്രൊവൈഡ് ചെയ്യാണ് ടാറ്റ ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നാൽ SUV-യുടെ ഒരു ക്യാരക്ടർ തോന്നാവുന്ന തരത്തിലുള്ള ഒരുപാട് എലമെൻറ്റ്സ് ആക്ച്വലി ഇതിൽ കൊള്ളിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഫ്രണ്ടിൻ്റെ ഒരു വന്നിരിക്കുന്ന സ്ലോപ്പി ആയിട്ടുള്ളൊരു ഹുഡാണെങ്കിലും അതിൽ കൊടുക്കുന്ന മാസ്കുലിൻ ലൈൻസും ആ ഒരു ഹുഡ് പ്രൊപ്പോർഷനും എല്ലാം തന്നെ കുറേ കൂടെ ഒരു മാസ്കുലിൻ ഫീൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് പോർഷനാണ്, അത് നല്ല പ്രസൻസ് ലഭിക്കുന്നുണ്ട്. നല്ല ഒരു മാസ്കുലിൻ ആയിട്ടുള്ളൊരു തടിച്ചിട്ടുള്ള വീലാച്ചുണ്ട്. അതിൽ ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നതെല്ലാം തന്നെ ഒരു ശരിക്കും ഒരു സ്പോട്ടി ഫീൽ ഉണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ പ്രൊപ്പോർഷനിൽ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുറേ കൂടി വലിയൊരു ഗ്രീൻ ഹൗസോട് കൂടിയിട്ടുള്ളൊരു SUV ആണ്. അപ്പം അതിൻ്റെ യൂട്ടിലിറ്റി കണക്കിലെടുക്കുകയാണെങ്കിൽ കുറേ സ്പേസ് ഉള്ളിൽ കിട്ടുന്നുണ്ട്. എന്നാൽ പുറമേ ആണെങ്കിൽ ആ ഒരു SUV ക്യാരക്ടർ നിലനിർത്താനുള്ള 2-3 ലൈൻസ്, അത് എസ്പെഷ്യലി ഈ ഷോൾഡർ ലൈനും അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന ക്യാരക്ടറും ഡൈനാമിക് ലൈനും എല്ലാം തന്നെ വളരെ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. പിന്നെ ടോപ്പിൽ റൂഫ് ലൈനും സ്ട്രെയിറ്റ് ആണ്. എന്നാൽ അതിനൊരു കുറച്ചുകൂടി സ്പോട്ടി ക്യാരക്ടർ ലഭിക്കാനുള്ള ഒരു ലൈനാണ് ഗ്രീൻ ഹൗസിന് കൊടുത്തിരിക്കുന്ന സ്ലോപ്പി ലൈൻ. അപ്പോൾ ആക്ച്വലി ഫ്രണ്ടിലും സൈഡിലും തന്നെ ഒരു മാസ്കുലിൻ ലൈനും ഫീലെല്ലാം ലഭിക്കുന്നുണ്ടെങ്കിൽ റിയറിലാണ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലുള്ളത്. ടാറ്റയിൽ നമ്മൾ കണ്ടിട്ടുള്ള തരത്തിലുള്ള അല്ലാത്തൊരു ടെയിൽ ലൈറ്റ് ട്രീറ്റ്മെൻറ്റ്, ഒരു ഹൊറിസോണ്ടൽ ടെയിൽ ലൈറ്റും അതുപോലെ തന്നെ വീതിയുള്ളൊരു ബമ്പറും പിന്നെ പുറമേ നിന്ന് കാണുമ്പോൾ കുറേ കൂടെ എനിക്ക് തോന്നുന്നൊരു SUV ഫീൽ ലഭിക്കുന്ന ഒരു ക്യാരക്ടറും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി വന്നിരിക്കുന്ന ഡിസൈൻ എലമെൻറ്റ്സ്. ഹെക്സൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമി ഇൻറ്റീരിയറാണ് ഇതിൽ വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും നല്ലൊരു ലിവിങ് സ്പേസ്, ഫ്രണ്ട് ആവട്ടെ, റിയർ ആവട്ടെ, തേർഡ് റോ ആവട്ടെ, ഈ 3 റോയിലും നമുക്ക് വളരെ നല്ലൊരു ലിവിങ് സ്പേസ് ലഭിക്കുന്നുണ്ട്. തേർഡ് റോനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു ഫുള്ളി ബിൽഡ് അഡൽട്ടിന് നല്ല രീതിയിൽ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു സീറ്റാണ് ലഭിക്കുന്നത്. സെക്കൻഡ് റോ സീറ്റ് 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ടോപ്പ് ആൻഡ് വേരിയന്റിൽ ക്യാപ്റ്റൻ സീറ്റ് വരുന്നുണ്ട്. അത് വളരെ കംഫർട്ടബിൾ ആണ്. സാധാരണ ഈ സെഗ്മെന്റിലോ അല്ലെങ്കിൽ അടുത്ത സെഗ്മെന്റിലോ ഇന്നോവ പോലുള്ള വെഹിക്കിളിന് കോമ്പറ്റ് ചെയ്യാവുന്ന ഒരു നല്ലൊരു സീറ്റിംഗാണ് വരുന്നത്. അല്ലെങ്കിൽ ബെഞ്ച് സീറ്റ് ആണെങ്കിലും കംഫർട്ടബിളി ഇരിക്കാവുന്ന നല്ല സപ്പോർട്ടുള്ള ഒരു സീറ്റാണ്. ഫ്രണ്ട് സീറ്റാണ് ദ ബെസ്റ്റ്. കാരണം ഫ്രണ്ട് സീറ്റിൽ നല്ല സപ്പോർട്ട് സൈഡിലും ഈ ഇരിക്കുന്ന സൈഡ് വാളിലും അതുപോലെ തന്നെ തൈ സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. സീറ്റ് ഡിസൈൻ ചെയ്തതും ഡെവലപ്പ് ചെയ്തതും മൾട്ടിനാഷണൽ കമ്പനീസ് പല മാനുഫാക്ചേഴ്സും ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കാണാനുണ്ട്. പിന്നെ മൊത്തത്തിലുള്ള ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റിനെ പറയുമ്പോൾ ടാറ്റയിൽ ഇപ്പോൾ നമ്മൾ ടിയാഗോയിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡിഫറൻസ് ആയിരുന്നു ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ക്വാളിറ്റി ഫീൽ.
അത് ശരിക്കും സ്റ്റിയറിംഗ് തൊടുകയാണെങ്കിലും ഡാഷ്ബോർഡ് തൊടുകയാണെങ്കിലും വേറെ എവിടെ തൊടുകയാണെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ട്. ടച്ച് നമ്മളൊരു ഫീലിംഗ് പാർട്ടാണ്, നമ്മുടെ സെൻസാണ്, അത് ശരിക്കും അറിയുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി മെറ്റീരിയലിലും ഫിറ്റ് ആൻഡ് ഫിനിഷിലും വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ എല്ലാം നമുക്ക് കൂളർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡാഷ് ഉണ്ട്. എല്ലാ സൈഡ് ഡോർ പോക്കറ്റിലും ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഇവിടെ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ അതിന് പുറമെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിൽ ഹർമൻ ഡെവലപ്പ് ചെയ്തുള്ള JBLൻ്റെ 10 സ്പീക്കറിൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സെറ്റിങ്സ്, അതുപോലെ തന്നെ നാവിഗേഷൻ, നമ്മൾ കാറിൽ പ്ലേ ചെയ്യാവുന്ന മ്യൂസിക്സ്, ഇതെല്ലാം ഒരു 5-6 ഫീച്ചേഴ്സ് ആപ്പിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ നമ്മളിപ്പം തേർഡ് റോയിലുള്ള ആൾക്ക് പോലും ആപ്പ് ഉണ്ടെങ്കിൽ മ്യൂസിക് ആവട്ടെ എന്തും കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. പിന്നെ മൊത്തത്തിലുള്ള ക്വാളിറ്റി ആണ് എനിക്ക് ഏറ്റവും എൻഫസിസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം നമ്മൾ ടാറ്റയിൽ സാധാരണ പ്രതീക്ഷിച്ച് വന്നിട്ടുള്ളതിനേക്കാളും മച്ച് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷനായിട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് ഇൻറ്റീരിയറിൽ ലഭിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് എ കീ എലമെൻറ്റ് ഇൻ ദിസ് ഇൻറ്റീരിയർ. ഹെക്സിൻ്റെ ഡ്രൈവിനെ കുറിച്ച് പറയുമ്പം ഒരുപാട് ആസ്പെക്ട്സ് എനിക്ക് മനസ്സിൽ വരുന്നുണ്ട്. കാരണം ടെക്നിക്കലി വളരെ അഡ്വാൻസ് ചെയ്തിട്ടുള്ള ഒരു ടാറ്റ പ്രോഡക്റ്റാണ്. ഇതിൽ വന്നിരിക്കുന്ന 2.2 ലിറ്റർ വെരിക്കോ ഡീസൽ എഞ്ചിനാണ്. 400 Nm ടോർക്കാണ്. അതുകൊണ്ട് വെരിക്കോ 400 എന്നാണ് നെയിം ചെയ്തിട്ടുള്ളത്. 156 HP പവറാണ്. എന്നാൽ 2 ഗിയർ ബോക്സ് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് 6 സ്പീഡ് മാനുവലും ഒന്ന് 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും. ഈ 6 സ്പീഡ് മാനുവലിന് 4 ഡ്രൈവ് മോഡ് വരുന്നുണ്ട്: ഓട്ടോ, കംഫർട്ട്, ഡൈനാമിക്, ഓഫ് റോഡ്. അപ്പോൾ ഈ 4 മോഡും നമുക്ക് ഷിഫ്റ്റ് ഓൺ ഫ്ലൈ എന്ന രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ നമുക്ക് ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ഓട്ടോയിൽ വണ്ടി അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ആവും. പിന്നെ ഡൈനാമിക് ഇട്ട് കഴിഞ്ഞാൽ കുറേ കൂടി സ്പോട്ടി ഡ്രൈവ് കിട്ടും. മൂന്നാമത്തത് കംഫർട്ടാണ്. കംഫർട്ടായിരിക്കും നമുക്ക് ഏറ്റവും നോർമലി യൂസ് വരുന്നൊരു മോഡ്. കാരണം വളരെ ഒരു കംഫർട്ടബിൾ റൈഡ് കിട്ടുന്നുണ്ട്. എന്നാൽ ഓഫ് റോഡ് എന്നുള്ളൊരു മോഡ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 208 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ നല്ലൊരു 80 ടയേഴ്സ് ഉണ്ട് റാംഗ്ലറിൻ്റെ, ഗുഡ്വിയർ റാംഗ്ലറിൻ്റെ. സോ ഇതെല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു പാക്കായിട്ട് വേണം പറയാൻ. അതിൻ്റെ പുറമെ ഓട്ടോമാറ്റിക് വരുന്ന 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. അതിലുള്ള 1-2 വേറെ ആസ്പെക്ട്സ് ഉണ്ട്. ടോക്ക് കൺവേർട്ടർ വരുന്നുണ്ട്. ആ ടോക്ക് കൺവേർട്ടറിൽ തന്നെ സ്പോർട്ട് മോഡ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആക്സിലറേഷൻ ഒന്ന് പമ്പ് ചെയ്തിട്ട് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ത്രോട്ടിൽ റെസ്പോൺസ് പെട്ടെന്ന് മാറും. റേസ് കാർ മോഡ് എന്നാണ് അവർ പറയുന്നത്. അതോടുകൂടി നമുക്ക് നല്ലൊരു റേസ് കാറിൻ്റെ ഒരു ഫീൽ, ഹൈ RPM പോയി ഗിയർ ചേഞ്ച് ചെയ്യുന്നതും പിന്നെ ആ ഒരു ടോക്ക് കൺവേർട്ടറിൽ വരുന്ന റേഷ്യോനോണ്ട് പവർ കൂടുതലുള്ളൊരു ഫീലുണ്ട്. സോ ടെക്നിക്കലി ഈ ഒരു ആസ്പെക്ട്സ് എല്ലാം തന്നെ വളരെയധികം ഒരു ടാറ്റയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സംഗതിയാണ്. അതിൻ്റെ പുറമെ വാല്യൂ പ്രൊപ്പോസിഷൻ വളരെ കൂടിയ പോലെ എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു സെഗ്മെൻ്റ് ഉള്ളതിൽ രണ്ടാമത്തെ ഒരു ടെക്നിക്കൽ കാര്യമുള്ളത് ഇതിൻ്റെ സസ്പെൻഷനാണ്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ്. എന്നാൽ അത് വളരെ ബാലൻസ്ഡ് ആണ്. ഒരുപാട് ബോഡി റോളൊന്നും വരുന്ന രീതിയിലല്ല. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു മാക്സിമം സ്പീഡ് 180 വരെ ഹൈവേയിൽ പിടിച്ചു. നല്ല സ്റ്റേബിൾ ഡ്രൈവ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പുറമേ നമുക്ക് ടേണും കാര്യമെല്ലാം എടുക്കുമ്പോൾ കുറേ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാലോ ഒരു ബംപിനെസ്സോ ഒന്നും ഇല്ലാതെ കംഫർട്ടബിളി ഡ്രൈവ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാവുന്ന ഒരു തരത്തിലുള്ള ഒരു സസ്പെൻഷനാണ്. പിന്നെ ടെക്നിക്കലി പറയാനുള്ളത് ഇതിൻ്റെ NVH ലെവലിനെ കുറിച്ചിട്ടാണ്. അതിൽ നോയ്സ്, വൈബ്രേഷൻ, ഹാഷ്നെസ് ലെവൽ, ഇത് മൂന്നും ട്രെമെൻഡസ്ലി ടാറ്റയുടെ ഈ ഒരു സെഗ്മെൻറ്റ് വെഹിക്കിളിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ബെഞ്ച് മാർക്ക് ചെയ്യാവുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിൽ നോയ്സ് ലെവൽ വളരെ കുറവാണ്, ഹാഷ്നെസ് ലെവലും കുറവാണ്, വൈബ്രേഷനും ഹാഷ്നെസ് ഏറ്റവും കുറവ്. നോയ്സ് ചിലപ്പോൾ നമുക്ക് എഞ്ചിൻ നോയ്സ് എസ്പെഷ്യലി ഓട്ടോമാറ്റിക്കിനേക്കാളും മാനുവലിൽ കുറച്ച് വരുന്നുണ്ട്. ആ ഒരു ആസ്പെക്റ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിഫൈൻമെൻറ്റ് ആ രീതിയിലും വന്നിട്ടുണ്ട്. പിന്നെ മൊത്തത്തിലുള്ളൊരു ഡ്രൈവ് ഫീല് സാധാരണഗതിയിൽ ഇത്രയും വലിയൊരു വണ്ടി ടാറ്റയിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മുൻവീതി ഉണ്ട്. ആ മുൻവീതി എപ്പോഴും ഒരു ബോഡി റോളുള്ള ഒരു സ്ലാഗിഷ് ആയിട്ടുള്ളൊരു വെഹിക്കിൾ, നമ്മൾ സുമോയും അത്തരത്തിലുള്ള വെഹിക്കിളിൽ കണ്ടിട്ടുള്ളൊരു ഫീല്.
എന്നാൽ അതിൽ വളരെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഓൾ ടുഗദർ ഈ ഹെക്സയിൽ വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. 19 ഇഞ്ച് അലോയും അതിന് വലിയ അലോയും പിന്നെ അതുപോലെ തന്നെ ബോഡിയിൽ നിന്നും പുറത്തേക്ക് നിൽക്കുന്ന ട്രാക്കെല്ലാം തന്നെ ഇതിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഓൾ ടുഗദർ ഇറ്റ്സ് എ വെരി ഗുഡ് പാക്ക് ഫ്രം ടാറ്റ. അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ എന്ന് അവർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രോഡക്റ്റാണ്. സോ I wish Tata a very good success with this car, and let them place the brand in a much higher way, which can justify their new product like Hexa and Tiago. Have fun, drive safe.